മണികൾ മുഴങ്ങിടുമീ സമയമിതാ, അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യബലി. അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ, അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ, സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ. ബലി പോൽ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. വരവേൽക്കൂ അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ, അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ, സമയം ആഗതമായി നാഥനെ വരവേൽക്കാൻ. ശ്രീവാത്സല്യമുള്ളവരെ, തിരുനാളിൻ്റെ ദിവ്യബലിക്ക് മുമ്പായി നമ്മൾ വലിയൊരു കർമ്മത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം, ആഗോളസഭ യൗസേപ്പിതാ വർഷമായിട്ട് ഈ വർഷം നമ്മൾ ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ ഈ ദേവാലയത്തിൽ നടക്കുന്നത്. തിരിതെളിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനും മറ്റ് ജോസഫ് എന്ന നാമം സ്വീകരിച്ച, തിരഞ്ഞെടുത്ത കുറച്ച് നാമം സ്വീകരിച്ച പ്രതിനിധികളുണ്ട്. അവരെല്ലാവരും അൾത്താരയിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഈ തിരിതെളിച്ചുകൊണ്ട് യൗസേപ്പിതാ വർഷത്തിന് ഉദ്ഘാടനം ചെയ്യുകയാണ്.
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. അൾത്താരയിലെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ആശ്രമ ശ്രേഷ്ഠനായ പ്രിയങ്കരനായ പൊന്മേലിയച്ച, സ്നേഹബഹുമാനപ്പെട്ട ഡെന്നീസച്ച, അഗസ്റ്റിൻ പറയക്കാട്ടിലച്ച, സ്നേഹമുള്ള ആൽബിനച്ച, മറ്റ് വന്യ വൈദികരെ, തിരുനാൾ പ്രസിദ്ധേന്തി ജോയിച്ചേട്ട, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ഈ തിരുനാളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, യുവതി യുവാക്കളെ, കുട്ടികളെ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഹോം ഈസ് ഫ്രജൈൽ, സോ ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ്. കുടുംബം പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിനെ നന്നായി കൈകാര്യം ചെയ്യണമെന്ന്. ഹാൻഡിൽ വിത്ത് കെയർ. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം ഒരുപക്ഷെ താഴെ വീണാൽ പൊട്ടിപ്പോവും. മൺപാത്രം പെട്ടെന്ന് താഴെ വീണാൽ പൊട്ടിപ്പോവും. ഇതുപോലെയാണ് കുടുംബമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചൈനീസ് പഴമൊഴി, നീ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു തവണ പ്രാർത്ഥിക്കണം, നീ കടലിൽ പോകുന്നതിന് മുമ്പ് 2 തവണ പ്രാർത്ഥിക്കണം, നീ വിവാഹം കഴിക്കുന്നതിന് മുൻപ് 3 തവണ പ്രാർത്ഥിക്കണം. അതായത് യുദ്ധത്തിന് പോകുന്നത് അപകടമാണ്. ഒരുപക്ഷെ യുദ്ധക്കളത്തിൽ മരിച്ചു വീണേക്കാം. അതുകൊണ്ട് നീ 1 തവണ പ്രാർത്ഥിച്ചിട്ട് പോകാൻ. കടലിൽ പോകുന്നതൊക്കെ അതിനേക്കാൾ സാഹസികമാണ്. ഒരുപക്ഷെ കടലിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കടലിൽ പോകുന്നതിന് മുമ്പ് 2 തവണ നീ പ്രാർത്ഥിക്കണം. എന്നാൽ നീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 3 തവണ പ്രാർത്ഥിക്കണമെന്നാണ് ഈ പഴമൊഴിയിൽ പറയുന്നത്. അതായത് യുദ്ധത്തിന് പോകുന്നതിനേക്കാളും കടലിൽ പോകുന്നതിനേക്കാളും സാഹസികമാണ് കുടുംബം. അതായത് സുവിശേഷം 19-ാം അധ്യായത്തിൽ കുടുംബത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ഈശോ തമ്പുരാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, 12 അപ്പോസ്തലന്മാരിൽ 11 പേരും കല്യാണം കഴിച്ചവരാണ്. പത്രോസും കൂട്ടരും ചോദിക്കുന്നുണ്ട്, നീ പറയുന്നത് പോലെയാണ് കുടുംബജീവിതമെങ്കിൽ ആർക്ക് കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈശോ തമ്പുരാൻ പറയുന്നത്, ഉന്നതങ്ങളിൽ നിന്ന് കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ജീവിതമില്ല. ഉന്നതങ്ങളിൽ നിന്നും കൃപ ലഭിച്ചവർക്കല്ലാതെ കുടുംബജീവിതമില്ലെന്ന്. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പം നമ്മളെപ്പോൾ ഓർക്കുക, കുടുംബം കെട്ടിപ്പടുത്തേണ്ടത് വിശ്വാസം, സ്നേഹം, അധ്വാനം, ഇത് 3മാണ്. ഇത് 3 നമ്മുടെ കുടുംബത്തില്ലെങ്കിൽ കുടുംബം തകരും. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രശ്നമാണ് സംശയം. ഔസേപ്പിതാവിൻ്റെ വർഷമാണല്ലോ. ഭാര്യയെ സംശയിച്ചു. സ്വാഭാവികമായ സംശയമാണ്. അതായത് ഭർത്താവ് അറിയാതെ ഒരു ഭാര്യ ഗർഭം ധരിക്കുക, ഏത് ഭർത്താവും സംശയിക്കും. പക്ഷേ ആ സംശയം, ആ കരുനിഴൽ മാറ്റിയത് ഔസേപ്പിതാവിൻ്റെ വിശ്വാസമാണ്. സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആ സംശയം മാറ്റി. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ട് ഈ സംശയങ്ങൾ. ചില സംശയങ്ങൾ ശരിയാണ്, ചില സംശയങ്ങൾ ആവശ്യമില്ലാത്ത സംശയമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സംശയം ദൈവം മാറ്റിത്തരും, ഉറപ്പാണ്. ഇനിയെങ്ങാനും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കുകയും വേണം. ഇനി നമ്മൾ കാണുന്നത് ഔസേപ്പിതാവിൻ്റെ ധീരതയാണ്. കാരണം സ്വപ്നത്തിൽ വീണ്ടും ഔസേപ്പിതാവിന് ദർശനമുണ്ടാകുന്നു, കുട്ടിയെ കൊണ്ടുപോകാൻ. അപകടത്തിലാണ് കുടുംബം. നമ്മുടെ പല കുടുംബങ്ങളിലും അപകടത്തിലാണ്. മാറ്റങ്ങൾ വരുത്താനാണ് ദൈവം നമ്മോട് പറയുന്നത്. അങ്ങനെ അപകടത്തിലായ ആ കുടുംബത്തെ രക്ഷിക്കുവാൻ പരിശുദ്ധമ്മ ഔസേപ്പിതാവ് എടുക്കുന്ന ത്യാഗം, ബെത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള യാത്ര, എത്രയോ കിലോമീറ്ററുകളാണ് യാത്ര ചെയ്തത്. അത് കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ കർത്താവ് നമ്മളുടെ മേൽ ഇടപെടും, പ്രാർത്ഥനയുള്ള കുടുംബമാണെങ്കിൽ. അങ്ങനെ ഒത്തിരി. ഇനി അണുകുടുംബം ഇന്ന് കാണുന്നൊരു പ്രത്യേകതയാണ് അണുകുടുംബം. ഏറിയാൽ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. കുട്ടികളില്ലാത്ത പലരും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട്,
കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല അച്ചോ. ഇതാണ് പറച്ചിൽ. അതായത് അണുകുടുംബമായി ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കണേ. കുട്ടികളുള്ളത് എന്തോ, കുട്ടികൾ കൂടുതലുള്ളത് എന്തോ നാണക്കേട് പോലെയാണ്. എൻ്റെ വീട്ടിൽ 8 മക്കളുണ്ട്. പൊന്മേലച്ഛൻ്റെ വീട്ടിൽ, ഇത് അച്ഛന്മാരുടെ വീട്ടിലൊക്കെ ഒത്തിരി മക്കളുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല. വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസമാണെന്ന്, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ വിശ്വാസവും കഠിനാധ്വാനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ, പരിശുദ്ധമ്മയുടെ ഭക്തിയും സ്നേഹതീഷ്ണതയും സേവന സന്നദ്ധയും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന യേശുവിൻ്റെ ഗുണഗണങ്ങൾ നമ്മുടെ മക്കളിലുണ്ടാകാൻ ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിനത്തിൽ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാവരുടെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ആശ്രമശ്രേഷ്ഠനായ സ്നേഹബഹുമാനപ്പെട്ട പൊന്മേലിയച്ഛനും ഈ ആശ്രമത്തിലെ എല്ലാ അന്തേവാസികൾക്കും സഹോദരങ്ങൾക്കും നേരുകയാണ്. അതോടൊപ്പം തന്നെ തിരുനാളേറ്റ് നടത്തുന്ന പ്രസിദ്ധേന്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും ഓൺലൈനിലൂടെ ഈ പരിശുദ്ധ ബലിയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുന്ന ഏവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഏറ്റവും സമ്പൂജ്യമായ രീതിയിൽ പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്നതിന് നമ്മൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളെയും ഓർത്തുകൊണ്ട് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ
വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും
പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷകരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെരോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെരോദോസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്തിട്ട് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷവാക്യങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവരും ശാന്തരായിരിക്കും. തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ആണ്ടൂസച്ച, ആശ്രമശ്രേഷ്ഠൻ ആൻ്റണി പൺവേലിയച്ച, ഡെന്നീസ് അച്ച, അഗസ്റ്റിൻ പാലക്കാട്ടച്ച, പ്രസിദ്ധേന്തി ജോയിച്ചേട്ട, എനിക്കേറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ആദ്യമായി തന്നെ ഏവർക്കും തിരുക്കുടുംബ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഏറ്റവും ഹൃദ്യമായി നേരുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളും തിരുക്കുടുംബം പോലെ എന്നും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബങ്ങളുടെ വറ്റാത്ത കലവറയാണ് വിശുദ്ധ ഗ്രന്ഥം. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന, ചരിത്രം പഠിപ്പിക്കുന്ന ബൃഹത്തായ ശേഖരമാണ് വിശുദ്ധ ഗ്രന്ഥം. ആദത്തിൻ്റെ കുടുംബം മുതൽ ഔസപിതാവിൻ്റെ കുടുംബം വരെ നീണ്ടുകിടക്കുന്ന കുടുംബ പരമ്പരയിൽ ഓരോ കുടുംബത്തിനും അതിൻ്റേതായ തനതായ തനിമയുണ്ട്, സവിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട്. അത് സമൂഹ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, തുടർചലനങ്ങൾ, സ്വാധീനങ്ങൾ വളരെ പ്രസിദ്ധമാണ്, വളരെ വലുതാണ്. നാം ഇന്ന് തിരുക്കുടുംബത്തിന് തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നാം മനസ്സിൽ കുറിച്ചിട്ട് ധ്യാനിക്കണം, ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ദൈവം എന്നിലൂടെ രൂപം കൊടുത്ത കുടുംബത്തിൻ്റെ സവിശേഷത എന്താണ്, അതിൻ്റെതായ തനിമ എന്താണ്. നാം കണ്ടെത്തേണ്ടതും തിരിച്ചറിയേണ്ടതുമായ വസ്തുതയാണ്. പലപ്പോഴും നാം സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരു വസ്തുതയാണ്, വി ആർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ ഓൺ ഫാമിലീസ്. നാം എവിടെയായാലും നാം നമ്മുടെ കുടുംബത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ചിലപ്പോൾ പൊതുസമൂഹത്തിലാകാം, പൗരോഹിത്യത്തിലാകാം, സന്യാസത്തിലാകാം, പൊതുവേദികളിലാകാം. എവിടെയെല്ലാം നാം ആയിരിക്കുമ്പോൾ നാം നമ്മുടെ കുടുംബത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനസ്സിൽ കുറിച്ചിടാം. നാം മറന്നു പോകരുത്, നാം ആർജിക്കുന്ന അടിസ്ഥാന മനോഭാവങ്ങൾ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം കുടുംബങ്ങളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് പോലും പരസ്പരം കലഹിച്ച് പഴിചാരി ജീവിച്ച ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. നീതിയുടെ മൂലരൂപവും മൂർത്തരൂപവും ദൈവമാണെന്ന് ഗ്രഹിച്ച് ദൈവശാസനങ്ങൾ അണുവിട തെറ്റാതെ ജീവിച്ച നീതിമാനായ നോഹയുടെ കുടുംബം. എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾ ശിരസാവഹിച്ച് തൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ദൈവത്തിലാണെന്ന് അർപ്പിച്ച് ജീവിച്ച പൂർവപിതാവായ അബ്രാഹാമിൻ്റെ കുടുംബം. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദൈവാനുഗ്രഹങ്ങളുടെ ധാരാളിത്തം സമൃദ്ധമായി അനുഭവിച്ചും മക്കളുടെ കലഹം മൂലം ദുഃഖം പേർ ജീവിച്ച യാക്കോബിൻ്റെ കുടുംബം. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാകും, സക്രിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബം. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠയോടെ ദൈവഭക്തിയോടെ ജീവിച്ച എലിസബത്തിൻ്റെയും സക്രിയായുടെയും കുടുംബം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കടന്നു ചെന്നാൽ മനസ്സിലാകും, സമ്പത്തിന് വേണ്ടി ആർത്തിയോണ്ട ഹൃദയങ്ങളോടെ മനസ്സോടെ ജീവിച്ച അനനിയാസിൻ്റെയും സഫ്രിയായുടെയും കുടുംബം. ഇങ്ങനെ നാം കുടുംബങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, നാം ജനിച്ചു വളർന്ന ദൈവം നമ്മളിലൂടെ രൂപം കൊടുത്ത കുടുംബത്തിൻ്റെ സവിശേഷത, പ്രത്യേകത എന്താണ് നാം കണ്ടെത്തണം, തിരിച്ചറിയണം. രണ്ടാമതായി, കുടുംബത്തിന് ഒരു മുഖമുണ്ട്. പൊതുവെ അപ്പൻ്റെ പേരിലാണ് കുടുംബം അറിയപ്പെടുക. എന്നാലും കുടുംബത്തിന് ഒരു മുഖമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു മുഖമുള്ളതുപോലെ. ആരുടെയാണ് ആ മുഖം? ആരുടെ മുഖമായിരിക്കും കുടുംബത്തിൻ്റെ മുഖം? ഞാൻ പറയും, അമ്മയുടെ മുഖമാ കുടുംബത്തിൻ്റെ മുഖം. അമ്മ കരുണയുള്ള വ്യക്തിയാണെങ്കിൽ, സ്നേഹമുള്ള, സമാധാനമുള്ള, സഹാനുഭൂതിയുള്ള വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തിൽ നിഴലിക്കുന്ന ഭാവം, ആ കുടുംബത്തിൻ്റെ ഭാവം അമ്മയുടെ ഭാവം തന്നെയായിരിക്കും. ഇപ്പോൾ അമ്മ
ആഗ്രഹത്തിൻ്റെയും അത്യാർത്തിയുടെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ ആ കുടുംബത്തിൽ നിലനിൽക്കുക പ്രതികാര ഈ ചിന്തകൾ തന്നെയായിരിക്കും. നമുക്ക് ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്, ചില കുടുംബങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാൻ വളരെ ആഗ്രഹമാണ്. ചില കുടുംബങ്ങളിൽ നാം കയറാതെ ഇരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ നാം നമ്മുടെ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ചിന്തിക്കാം, എൻ്റെ കുടുംബത്തിൻ്റെ മുഖം എങ്ങനെയുള്ളതാണ്? മൂന്നാമതായി, നമുക്ക് TV സീരിയലുകളിൽ കാണാറുണ്ട് രുചിക്കൂട്ടുകൾ, അല്ലേ? സ്വാദ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാചകവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോഗ്രാമുകൾ നാം TV-യിൽ, യൂട്യൂബിൽ കാണാറുണ്ട്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഇതാ, എൻ്റെ കുടുംബത്തിൻ്റെ റെസിപ്പി എന്താ? എൻ്റെ കുടുംബത്തിൻ്റെ രസക്കൂട്ടുകൾ എന്താ? അമേരിക്കൻ ഒരു ടെലിഫിലിമാണ് നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയാം. അതിൽ 2 മനോഹരമായ സീനുകളുണ്ട്. പരിശുദ്ധ അമ്മയും ഔസപിതാവും തങ്ങളുടെ പേരെഴുതിക്കാനായി ബത്ലഹേമിൽ പോകുന്ന വേളയിൽ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ഒരു അരുവിക്കടുത്ത് ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന വേളയിൽ ഔസപിതാവ് തൻ്റെ പാണ്ഡത്തിൽ നിന്ന് അപ്പമെടുത്ത് പകുതി ഭാര്യയ്ക്ക് കൊടുത്ത് മറ്റേ പകുതിയുടെ കുറച്ചെടുത്ത് തഴുത്തിൻ്റെ കഴുതൊക്കെ കൊടുത്ത് ബാക്കി വരുന്ന കഷ്ണത്തിൽ നിന്ന് ഒരു നുള്ളി മാത്രം ഭക്ഷിച്ചുകൊണ്ട് നാളെ മറിയത്തിന് കഴിക്കാൻ ഒന്നുമുണ്ടാകുകയില്ല എന്ന ചിന്തയിൽ ആ ഭക്ഷണ ഭാഗം തിരിച്ച് പാണ്ഡത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സീൻ. രണ്ടാമത്തെ സീൻ, പൂർണ്ണ നിദ്രയിലായിരുന്ന അല്ലെങ്കിൽ മറിയം ഇടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അവൾ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെയാണ് ശ്രദ്ധിക്കുക. ഭർത്താവിനെ ശ്രദ്ധിക്കുന്ന വേളയിൽ ഭർത്താവിൻ്റെ കാലിൽ പൊടി പിടിച്ച് കിടക്കുന്ന രംഗം അവൾ കാണുന്നു. അവൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ അരുവി തൻ്റെ പൂർണ്ണ ഗർഭിണിയായ മറിയം മയറും താങ്ങി പിടിച്ച് തൻ്റെ തുവാളി എടുത്തുകൊണ്ട് അരുവിയിൽ ചെന്ന് അത് നനച്ച് ഭർത്താവിൻ്റെ കാലിലെ പൊടി മന്ദം മന്ദം തൂത്തുകളയുന്നു. സ്നേഹമുള്ളവരെ, നാം തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ കുടുംബത്തിലെ രസക്കൂട്ടുകൾ എന്തൊക്കെയാണ്? പങ്കുവെക്കലിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ പലപ്പോഴും നാമൊക്കെ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും നാമൊക്കെ തിരിച്ചറിയാതെ പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ, അനുഗ്രഹത്തിൻ്റെ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട്. നാം ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ മനസ്സിൽ കുറിച്ചിടാം, തിരുക്കുടുംബത്തെ പോലെ പരസ്പരം വിട്ടുകൊടുത്തുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, പരസ്പരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ക്ഷണമാണ് തിരുക്കുടുംബം നമ്മോട് പറഞ്ഞു തരിക. നമുക്ക് ആലപിക്കാം, നമുക്കിന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. നമുക്കെപ്പോഴും ആലപിക്കുന്നൊരു പാട്ടുണ്ട്, സ്നേഹം കൊണ്ട് ഒരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ട് ഒരു വീട് പണിയാം. ദൈവം പണിത സ്ഥാപിച്ച തിരുക്കുടുംബം പോലെ ദൈവസ്നേഹത്താൽ നമ്മുടെ കുടുംബം പണിയാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രകടമാക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവും സത്യലേഖനുമായ അവിടുന്ന് വഴിയായ സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം ധരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശലീതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവനാഥാവും പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപവിമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ ദിവസങ്ങളിൽ നമ്മുടെ സൽപ്രവർത്തികളിലെല്ലാം മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പോലിത്തയെയും മറ്റെല്ലാ സഭാധികാരികളെയും വൈദികരെയും പ്രത്യേകമായി ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന മുഖ്യ കാർമ്മികൻ ഫാദർ ആൻഡ്രൂസ് പുത്തമ്പറമ്പിൽ അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ ഫാദർ ആൻ്റണി ആൽബിൻ ഫ്രാൻസിസ് അച്ഛനെയും മറ്റു സഹകാർമ്മികരെയും എല്ലാ ചൈതന്യത്താലും അനുഗ്രഹത്താലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, പരസ്പര സ്നേഹവും ധാരണയും നഷ്ടപ്പെട്ട് അകന്നു ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും തകർന്ന കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേ അരൂപിയുടെ ഉൾവെളിച്ചം അവരിൽ ചൊരിയണമേ. അങ്ങ് തന്നെ അവരെ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിച്ച് ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യവൈദ്യനായ ദൈവമേ, പലവിധ രോഗങ്ങളാൽ പ്രത്യേകമായി കോവിഡ് മഹാമാരിയാൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാവരെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. അവരുടെ വേദനകളിലേക്ക് സ്നേഹസാന്ത്വനമായി അങ്ങ് കടന്നു ചെന്ന് അങ്ങേ ദിവ്യസ്പർശനത്താൽ അവരെ സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പുനരുദ്ധാനവുമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാവരെയും, പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയിൽപ്പെട്ട് മരണമടഞ്ഞ എല്ലാ മക്കളെയും അങ്ങേ തൃപാദങ്ങൾ സമർപ്പിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ അവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി അങ്ങയുടെ സ്വർഗീയ വിരുന്ന് അനുഭവിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളിലെ നിയോഗങ്ങൾക്കും വേണ്ടിയും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ജോയ് ചേട്ടനെയും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരെയും, ധനം കൊണ്ടും ശ്രമം കൊണ്ടും സഹകരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കുവാൻ അർഹയായ പരിശുദ്ധ കന്യക മറിയം, അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പേ സമർപ്പിക്കാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കാഴ്ചവയ്പിൻ്റെ ഈ നിമിഷം ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹപിതാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം. കാഴ്ചവയ്പിൻ്റെ ഈ നിമിഷം ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹപിതാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം.
പോലെ തിരുമുൻപിലണയ്ക്കാം. ഉള്ളിലെ നീറും വികാരങ്ങൾ ഉപഹാരമായി ഞങ്ങളേകാം. കാഴ്ചവയ്പ്പിൻ്റെ നിമിഷം ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹപിതാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം. കാഴ്ചവയ്പ്പിൻ്റെ നിമിഷം ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹപിതാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മർത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങയുടെ ശക്തി മാഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപാവർഷം ചൊരിയണമേ. അങ്ങേ വാഗ്ദാനങ്ങൾ ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാകുവാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മധ്യസ്ഥത ഞങ്ങൾക്ക് സഹായകമാകണമേ. ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ വേദനാ നിർഭരമായ അനുഭവങ്ങൾ ആനന്ദബലിയായി ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവീശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെന്നും എന്നേരവും ഭക്തിയോടങ്ങയ്ക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ദൈവസ്വഭാവത്തിൽ അദൃശ്യനാണെങ്കിലും മർത്യസ്വഭാവത്തിൽ ദൃശ്യനായി കാലങ്ങൾക്കൊക്കെയും മുൻപേ ജനിച്ചവൻ, കാലത്തികവിൽ മനുഷ്യനായി നാശത്തിലാഴ്ന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ആനയിക്കാനും നീ ദൃശ്യനായി. ആകയാലാമോദവായ്പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപനാം അങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടെ ഒന്നിച്ചു ഞങ്ങളും
ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധം പരിശുദ്ധം ദൈവം പരിശുദ്ധം ദൈവം പരിശുദ്ധം സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യമാ വരുവോനേറ്റം ധന്യമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ഈ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും
വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് ഇവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മൾ കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യരുതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സ്നേഹവും സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളാകുമോർ അനുഗ്രഹീത. കർത്താവേ, ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ. എന്നെ നീയാക്കി മാറ്റിടേണമേ.
ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ ഞാൻ ആശിപ്പൂ ഈശോയേ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നീടാ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. പ്രിയപ്പെട്ടവരെ, ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ രസക്കൂട്ട്, ചിലത് പ്രധാനപ്പെട്ടതാണ്, ചിലത് അപ്രധാനമാണെന്ന് തോന്നിയാലും ഉപ്പ് ഏറ്റവും വിലയില്ലാത്തതാണ്. പക്ഷെ ഏറ്റവും കുറവ് കാണിക്കുന്ന, അത് കുറഞ്ഞു പോയാൽ കറിക്ക് തന്നെ കുറവ് കാണിക്കുന്ന ഒന്നാണ് ഉപ്പ് എന്നതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു റോളുണ്ട്. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ദേവാലയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ, തിരുക്കുടുംബത്തിന് മാതൃക നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭ ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. അതിൻ്റെ നന്മകളും കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച ഫാദർ ആൻഡ്രൂസ് പുത്തമ്പറമ്പിൽ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ദേവാലയത്തിൽ ഒന്നാം വെള്ളിയാഴ്ച ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ 1-2 വർഷങ്ങളായിട്ട് അച്ഛൻ തന്നെയാണ്. അച്ഛന് 2 ദൗത്യമാണ് സഭയിൽ, കർമ്മലീത്ത സഭയിൽ എടുത്തിരിക്കുന്ന. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ CRC എന്ന ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ 7-8 വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ഒത്തിരി ആത്മീയ നവീകരണത്തിന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അച്ഛന് അതിൻ്റേതായ ശുശ്രൂഷകൾക്ക് എല്ലാം ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മജമർ കർമ്മലീത്ത സഭയുടെ പ്രൊവിൻഷ്യൽ കൗൺസിലർ കൂടിയാണ് അച്ഛന്. ആ ഒരു ദൗത്യം കൂടിയുണ്ട് അച്ഛന്, പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷയുടെ. അതിൻ്റെ എല്ലാ നന്മകളും അച്ഛൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പേരിൽ അച്ഛന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ആൻ്റണി ആൽബിൻ അച്ഛൻ, നമുക്കച്ഛൻ ഇവിടെ വന്ന് പെട്ടുപോയ ഒരച്ഛനാണ്. അച്ഛൻ ഓസ്ട്രേലിയയാണ് അച്ഛൻ്റെ സേവനം. പക്ഷേ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ വന്നു പെട്ടുപോയി, തിരിച്ചു പോകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോകുമെന്നോ അറിയുമില്ല. എന്നാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി അച്ഛൻ 8-10 മാസത്തോളം അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ നൽകിയ ആ ഒരു വലിയൊരു സന്ദേശം, ഒരു മുഖമുണ്ട് നമ്മുടെ വീടിന്, ആ മുഖം ഞാൻ കൊടുക്കണമെന്ന വാശിയോടെ ഓരോരുത്തരെയും പരിശ്രമിച്ചാൽ കുടുംബം സ്വർഗമാകും എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. സഹകാർമ്മികരായ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കാർന്നോർ അച്ഛന്മാരായ ഡെന്നീസ് അച്ഛനും അഗസ്റ്റിൻ പാറേക്കാട്ടിൽ അച്ഛനുണ്ട്. 2 പേർക്കും ഈ 3 ദിവസവും അവർ സഹകാർമ്മികത്വം വഹിച്ചു. അച്ഛന്മാരുടെ പ്രാർത്ഥനയ്ക്കും സാന്നിധ്യത്തിനും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ദിവ്യബലിക്ക് വേണ്ടി നമുക്ക് കൊയർ നടത്തിയ മരിദാസ് സംഘത്തിനും ഹൃദയപൂർവ്വമായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത്
ഏറ്റെടുത്ത് നടത്തിയത് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 15-ാം ബ്ലോക്കും സെൻറ്റ് ജൂഡ് 7 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് അതിനെ സാരഥ്യം വഹിച്ചത് ശ്രീമാൻ നെടുമ്പള്ളി ജോയി ആണ്. അദ്ദേഹത്തിനെ നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു കാസയും നമുക്ക് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്കിൻ്റെ പ്രത്യേകിച്ച് പ്രസിഡൻ്റായ ജോയ് ചേട്ടനും മിനി ആൻ്റണി സെക്രട്ടറി അവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ നടത്തി യൂണിറ്റിലെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഈ ദേവാലയത്തിൻ്റെ പേരിൽ എല്ലാ വൈദികരുടെയും പേരിൽ സ്നേഹപൂർവ്വമായ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് കാഴ്ച നടത്തിയ അപ്പന്മാർ, അപ്പച്ചന്മാർ അവർക്ക് നന്ദി അർപ്പിക്കുന്നു. തിരുകൊളുത്തി നമുക്ക് വേണ്ടി ഒരു വർഷം ആത്മീയ നവീകരണത്തിനായിട്ട് നമുക്ക് അതിനുവേണ്ടി തിരുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ജോസഫ് എന്ന നാമം സ്വീകരിച്ച എല്ലാവർക്കും, ഇതുകൊണ്ടൊന്നും ജോസഫന്മാരുടെ ദൗത്യമൊന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു വർഷം മുന്നിൽ കിടക്കുകയാണ്. അത് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. ജോസഫ് ഏത് സമയത്തും ചിലപ്പോൾ അൾത്താരയിലേക്കും ദേവാലയത്തിലും ദേവാലയ പരിസരത്തേക്കൊക്കെ വരേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തെ നവീകരിക്കാനുള്ള ഔസേപ്പിതാവിൻ്റെ ഒരു ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റെടുത്താൻ 2-3 പേര് വന്നിട്ടുണ്ട്, ജോസഫ് എന്ന നാമം സ്വീകരിച്ചവർ. ഒരാൾ കൂടെ ഒരു കാര്യം ചോദിച്ചത്, എൻ്റെ അപ്പച്ചൻ ജോസഫായിരുന്നു, മരിച്ചുപോയി, എനിക്ക് നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നടത്താമല്ലോ. അങ്ങനെ ജോസഫ് എന്ന നാമം സ്വീകരിച്ചവരാണ് അടുത്ത തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ നടത്താൻ പോകുന്നവർ. അതുകൊണ്ട് അവരെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുന്നു, അവരെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ ഉത്തരവാദിത്വവും നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതോടൊപ്പം നമുക്കിന്ന് വേണ്ടി ശുശ്രൂഷയ്ക്ക് സഹായിച്ച എല്ലാ കപ്പ്യാരുണ്ട്, അൾത്താര ശുശ്രൂഷകരുണ്ട്. പ്രത്യേകിച്ച് പൂക്കൾ അലങ്കരിച്ച ശ്രീമതി ഷേർലി നെറ്റോ ഇത്രയും സുന്ദരമായിട്ട് 2-3 ദിവസമായിട്ട് ഇത്രയും മനോഹരമായിട്ട് അതോടൊപ്പം സഹായിച്ച മറ്റു ഷേർലി, മറ്റേ മറിയം എന്ന് പറയുന്നത് പോലെ മറ്റൊരു ഷേർലിയും കൂടെ സഹായിച്ചു. അവർ 2 പേർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നമുക്ക് കുറേ പേര് ഓർക്കാനുണ്ട്. കാരണം കഴിഞ്ഞ മാർച്ച് തൊട്ട് ഇന്ന് വരെയും നിസ്തുലമായ നമ്മുടെ ദേവാലയം, നമ്മളൊക്കെ പിടിച്ചകത്തിരുന്നപ്പോഴും ധൈര്യത്തോടെ ഈ ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്തവർ, പ്രത്യേകിച്ച് കപ്പ്യാരായിട്ടും ശുശ്രൂഷയ്ക്കും, പ്രത്യേകിച്ച് നമ്മളൊക്കെ വീട്ടിലിരുന്ന് ഈ ലൈവ് സ്ട്രീമിൽ ദ്വീപിലേക്ക് കാണാൻ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അത് ഹൈൻസാണ്, കനീഷ് മകനാണ്. അദ്ദേഹം ഇന്നും കഴിഞ്ഞ മാർച്ച് അവസാനം തൊട്ട് അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ട് ഇന്ന് വരെയും നമുക്ക് വേണ്ടി വളരെ നിസ്തുലം, അതിരാവിലെ എഴുന്നേറ്റ് നിസ്തുലമായ സേവനം നൽകുന്നുണ്ട്. ഹൈൻസിനെ പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം കനീഷ് സേവ്യർ, അക്യുന സാറ്, ആൻ്റണി, അഖിൽ, നമ്മുടെ ഓൾട്ടർ ബോയ്സ് ആൻ്റണി, അഖിൽ, മിലൻ, ഇവരായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ കപ്പ്യാരും അൾത്താര ശുശ്രൂഷകരും ദേവാലയം ക്ലീൻ ചെയ്യുന്നവരും പേരെഴുതി വെക്കുന്നവരും ഫുമിഗേറ്റ് ചെയ്യുന്നവരും ഒക്കെ സാനിറ്റൈസൊക്കെ നമ്മൾ ചെയ്തവരൊക്കെ അവരാണ്. അപ്പോൾ അവരെന്ന് നിസ്തുലമായ അവരുടെ സേവനത്തിന് അതിരാവിലെ എഴുന്നേറ്റ് വന്ന് വളരെ റിസ്കോടുകൂടി തന്നെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ന് വരെയും ചെയ്യുന്നവരെയും, പിന്നെ പാട്ടുപാടി ജെന്നിഫർ, ടവീറ്റ എന്നിവരെല്ലാവരെയും ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫർ ടെറൻസ് റോഡ്രിഗസ് കുറേ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിരുന്നു. സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം നമുക്ക് ഡെക്കറേഷൻ നടത്തിയ പീറ്റർ ചേട്ടൻ, ഇല്ലുമിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയ ചേട്ടനെ ഓർക്കുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നമുക്ക് ദിവ്യബലിയുള്ളത്. അതിനുശേഷം 7:15 തൊട്ട് 8:15 വരെയും കുടുംബ സംഗമം കൊയിനോനിയ 2021 ഈ 7 കുടുംബ യൂണിറ്റുകാരുടെ വാർഷികവും അതോടൊപ്പം തന്നെ കലാപരിപാടികൾ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കയറാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്രക്കാഴ്ച 11,230 രൂപ. കാറ്റഗിസത്തിൻ്റെ ഒരു അറിയിപ്പുണ്ട്. അടുത്ത ഞായർ മുതൽ, അതായത് 17-ാം തീയതി മുതൽ 10, 11, 12 എന്നീ മതബോധന ക്ലാസ്സുകൾ നമ്മൾ പുനരാരംഭിക്കുകയാണ്. 9 മണിക്കുള്ള ദിവ്യബലിയിലും കാറ്റഗിസം ക്ലാസ്സിലും അവരുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ എനിക്കൊന്നൊരു 3 ഞായറാഴ്ച ഇനി ഉണ്ടാവുള്ളൂ, 3 or 4 ആ ഞായറാഴ്ചകളിൽ വന്ന് ഒന്ന് ഇൻറ്റൻസീവായിട്ട് നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ്. 10ഉം 11ഉം ക്ലാസ്സിലെ കുട്ടികൾ വരണമെന്ന് HM അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളൊരു മത്സരം നടത്തിയായിരുന്നു കുടുംബ യൂണിറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിൽ. പുൽക്കൂട് മത്സരം നക്ഷത്രം. പുൽക്കൂട് മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ സെൻറ്റ് ബെർണാഡ് യൂണിറ്റ്, 2ാം സമ്മാനം സെൻറ്റ് തോമസ് അക്വിനാസ് യൂണിറ്റ്. നക്ഷത്രത്തിന് മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ സെൻറ്റ് തോമസ് അക്വിനാസ് യൂണിറ്റ്, സെൻറ്റ് ക്ലമൻറ്റ് യൂണിറ്റ്. ഈ ദിവ്യബലിക്ക് ശേഷം അവർ സമ്മാനം കൊടുക്കുന്നതാണ്. അവർ മുന്നോട്ട് ഭാരവാഹികളോ അല്ലെങ്കിൽ സമ്മാനം കിട്ടിയവർ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനായിട്ടും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരങ്ങളെ, 2 നന്ദിയുടെ വാക്ക് പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പള്ളിയിൽ നിസ്തുലമായ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്
ആന്റണി പൊന്മേലിയച്ഛൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ സേവനം ചെയ്യുന്ന മറ്റ് വന്യ വൈദികരെ, ഒരു ഇടവകയില്ലെങ്കിൽ തന്നെയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന കാറ്റഗിസവും എല്ലാമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ആത്മീയത എല്ലാം നല്ല ഭംഗിയായി ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അത് പ്രോവിൻസിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ്. വലിയ അഭിമാനമുള്ള ഒരു ആശ്രമമാണ് പ്രോവിൻസിൻ്റെ. കാരണം ഇതായിരുന്നു പ്രൊവിൻഷ്യൽ ഹൗസ്, നിങ്ങൾക്കറിയാം. പ്രത്യേകമായിട്ട് പൊന്മേലിയച്ഛനെ ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ഇവിടെ കുർബാനയെല്ലാം വിളിച്ചതിന് പ്രത്യേകമായിട്ട് പൊന്മേലിയച്ഛനും ഈ ഇവിടുത്തെ സമൂഹത്തിനും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇന്ന് തിരുക്കുടുംബത്തെ തിരുനാളായതുകൊണ്ട് ഞാൻ പറയണതാണ്. ഞങ്ങൾക്ക് 13 കൊല്ലം വേണം അച്ഛനാകാനായിട്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 79-ലാണ് സെമിനാരിയിൽ ചേർന്നത്. ആദ്യത്തെ കൊല്ലം മൂന്നാർ അവിടെയാണ്, അതായത് മറയൂർ മൂന്നാറാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൊല്ലം ഇവിടെയായിരുന്നു. ഇന്ന് ആസ്പിറൻസ് ഹൗസ് എന്നാണ് അതിനെ പറയുന്നത്. അന്ന് ഡെന്നീസ് അച്ഛനായിരുന്നു ഇവിടുത്തെ സുപ്പീരിയർ. ഞാനന്ന് പ്രീ ഡിഗ്രി പഠിക്കണതാണ്, വിദ്യാനികതല്ല പഠിച്ചത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റ് ആൽബർട്ട്സിൽ പോകാം, പക്ഷേ സെൻറ്റ് ആൽബർട്ട്സ് അന്ന് ബോയ്സ് ഒള്ളി ആയിരുന്നു, ഭയങ്കര ഉഴപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിട്ടത് വിദ്യാനികതയിലാണ്. പൈലി സാറായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൾ. അന്ന് പാട്ട് പാടുന്ന മര്യാദാസ് ഇപ്പോഴുണ്ട്, ഞാൻ ഓർക്കണേ. അപ്പോൾ അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. സസ്പെൻഷനല്ല, ഡിസ്മിസ് ചെയ്ത്. ഞാൻ വൈദിക വിദ്യാർത്ഥിയാണെന്ന് ഓർക്കണം. എന്നെ ഡിസ്മിസ് ചെയ്യാൻ കാരണം ഒരു ടീച്ചറുമായിട്ടുണ്ടായ പ്രശ്നമാണ്. ടീച്ചർ പഠിപ്പിച്ചത് ശരിയായില്ല. അപ്പം ഞങ്ങളത് അതിനെതിരായിട്ട് പ്രതിഷേധിച്ചു. പക്ഷേ അത് ഓവറായിപ്പോയി. അതിൻ്റെ 1-ാം പ്രതി ഞാനായിരുന്നു. അങ്ങനെ ഒരു എക്സ്ക്യൂസും ചെയ്യാതെ എന്നെ ഡിസ്മിസ് ചെയ്തു. ഇപ്പോൾ പൊന്മേലിയച്ഛനൊക്കെ അറിയാൻ, ഡിസ്മിസ് ചെയ്താൽ പിന്നെ ഇവിടെ നിർത്തൂല, വീട്ടിലേക്ക് പറഞ്ഞു വിടും. അന്ന് എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് 92 വയസ്സായി. അപ്പച്ചൻ മരിച്ചുപോയി പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ. അപ്പം എന്നെ വീട്ടിലേക്ക് പറഞ്ഞ് വിടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഈ തിരുക്കുടുംബത്തിൻ്റെ മുമ്പിൽ നിന്ന് മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, ഔസേപ്പിതാവേ, മാതാവേ, എന്നെ ഒരു അച്ഛനാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുമാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒരു മാർഗ്ഗവും ഇല്ല, പറഞ്ഞു വിടുമെന്നുള്ള ഉറപ്പാണ്. പിന്നെ ആകെയുള്ളത് കുരുത്തക്കേട് കാണിച്ചിട്ടില്ല പറഞ്ഞു വിട്ടത് വേറൊരു പ്രശ്നത്തിനാണ്. പക്ഷെ ഡിസ്മിസ് ചെയ്തിരിക്കുകയെന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെ എന്നെ ഇവിടെ ഡെന്നീസ് അച്ഛൻ, അന്ന് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, അദ്ദേഹമാണ് സുപ്പീരിയർ. മീറ്റിംഗ് കൂടിയപ്പോൾ എന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. ഇനി കേൾക്കണം, 29 പേര് ഞങ്ങളുണ്ടായിരുന്നു. അതിൽ 19 മലയാളികളും 5 തമിഴന്മാരും 5 ഗോവക്കാരും. 5 തമിഴന്മാരും സഭ വിട്ടുപോയി. ഗോവക്കാരിൽ 2 പേര് അച്ഛന്മാരായി, വിക്ടറും ഫെർണാണ്ടസ്. മലയാളികൾ 19 പേരിൽ ഞാൻ മാത്രം അച്ഛനായി. ബാക്കി എല്ലാവരും സഭ വിട്ടുപോയി. ഒരേ ഒരു മലയാളി ഞാനാണ്. അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ ഇരിക്കുന്ന ഔസേപ്പിതാവും മാതാവുമാണ്, ഒരു സംശയമില്ല. കാരണം എൻ്റെ 2ാമത്തെ പേര് ഫാദർ ആൻഡ്രൂസ് പുത്രമ്പിൽ ഓഫ് ദ ഹോളി ഫാമിലി എന്നാണ്. ഒരു പേര് ഞങ്ങൾ 2ാമത്തെ ഒരു പേരെടുക്കും. ആ പേരിന് ഞാൻ എടുത്തത് ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരാണ്. കാരണം എന്നെ ഇന്ന് ഈ അൾത്താരയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ അപകട മേഖല മുഴുവനും തരണം ചെയ്ത് എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും എൻ്റെ അമ്മയുടെയും കരുണയാണ്, ആ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി, ഇത് ഞാൻ ഒരു സാക്ഷ്യമായിട്ട് പറയണതാണ്. നമ്മുടെ ഏത് ദുർഘട നിമിഷങ്ങളിലും ഈ ഇവിടെ വന്ന് മുട്ടുമേൽ നിന്ന് തിരുക്കുടുംബത്തോട് പ്രാർത്ഥിച്ചാൽ, ആ ഉണ്ണിയേശുവിനെയും മാതാവ് പേര് നിൽക്കുന്ന ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയും നമുക്ക് നഷ്ടമാകില്ല. അതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടിയിരിക്കും. അത് ഏറ്റവും വലിയ സാക്ഷി ഞാനാണ്. അതുകൂടി ഞാൻ ഇന്ന് വെളിപ്പെടുത്തണേണ്. ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി. ഇന്നൊരു വൈദികനായി ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട തിരുക്കുടുംബത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്കുള്ള സർവസ്വവും ഞങ്ങൾ തന്നെയും അങ്ങയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ വാത്സല്യാതിരേകത്താൽ ഞങ്ങൾക്ക് നൽകിയ നിരവധി ദാനങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും അങ്ങയുടെ അനന്ത കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളിൽ പരിശുദ്ധമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മധ്യസ്ഥതയാൽ ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേരും ഫാദർ ആൻ്റണി പൊന്മേൽ ഓഫ് ഹോളി ഫാമിലിയാണ്. ഒരു പേരെടുക്കണമെന്നുണ്ട് ഞങ്ങൾക്ക്, രണ്ടാമതൊരു പേര്. അതിൻ്റെ സാക്ഷ്യമൊക്കെ നമുക്ക് ഇനി സമയമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒത്തിരി അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ഓർത്തത്. ഒത്തിരി നന്ദി അച്ഛൻ്റെ. ഞങ്ങൾ ഏറ്റവും വലിയ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വൈദികനാണ്. അത് തിരുക്കുടുംബത്തിൻ്റെ ശക്തി തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അച്ഛൻ ഒത്തിരിക്കൽ കൂടി നന്ദി. പ്രത്യേകിച്ച് സമ്മാനം വാങ്ങിക്കാനുള്ളവർ മുന്നോട്ട് വരിക. അച്ഛനൊന്ന് ഫ്രണ്ടിലേക്ക് ചൊല്ലും. പുൽക്കൂട് മത്സരം സെൻറ്റ് ബെർണാഡ് യൂണിറ്റ്. സെൻറ്റ് ബെർണാഡ് യൂണിറ്റിലെ ഭാരവാഹികൾ സമ്മാനം വേണ്ടെങ്കിൽ ഞങ്ങളെടുത്തു. സെക്കൻഡ് പ്രൈസ് സെൻറ്റ് തോമസ് അക്വീനാസ്. നക്ഷത്ര മത്സരവും സെൻറ്റ് തോമസ് അക്വീനാസ്. സെയിൻറ്റ് ക്ലെമന്റ് യൂണിറ്റ് നക്ഷത്രം, രണ്ടാം സമ്മാനം. ഒത്തിരി നന്ദി. താങ്ക് യു. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽക്കൂ. പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽക്കൂ.
കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. സമാധാനവും ശാന്തിയും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. നിത്യസൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാതയിൽ നീ നയിക്കൂ. യേശുവിൻ മാധുര്യ